ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ വാല്യൂ ആഡഡ് മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നാഷണൽ ഇൻകം കണക്കാക്കുന്നതിന് 3 മെത്തേഡുകളുള്ളത്: വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഞാൻ ഈ വീഡിയോയിലൂടെ വാല്യൂ ആഡഡ് മെത്തേഡ് എങ്ങനെയാണ്, അതിലൂടെ എങ്ങനെയാണ് നാഷണൽ ഇൻകം കണക്കാക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. വാല്യൂ ആഡഡ് മെത്തേഡ്. ആദ്യം നമുക്ക് കോൺസെപ്റ്റ് ഓഫ് വാല്യൂ ആഡഡ് എന്താണെന്ന് നോക്കാം. അതായത് വാല്യൂ ആഡഡ് റെഫേഴ്സ് ടു ദ അഡീഷൻ ഓഫ് വാല്യൂ ടു ദ റോ മെറ്റീരിയലിനെ ഇവിടെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്നും വിളിക്കുന്നു. ബൈ എ ഫേം ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. അത് ഒരു ഫേമിൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അത് ഏതെങ്കിലും ഒരു റോ മെറ്റീരിയൽ മേടിച്ചിട്ട് അതിൽ ആഡ് ചെയ്യുന്ന വാല്യൂവിനെയാണ്, അദ്ദേഹം അധികമായിട്ട് ആഡ് ചെയ്യുന്ന വാല്യൂവിനെയാണ് വാല്യൂ ആഡഡ്, ആ പേര് പോലെ തന്നെ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. അപ്പം വാല്യൂ ആഡഡിൻ്റെ ഒരു മാസ്റ്റർ ഇക്വേഷൻ ഉണ്ട്. അതായത് നാഷണൽ ഇൻകത്തിൽ വാല്യൂ ആഡഡ് കാണുന്നതിൻ്റെ മാസ്റ്റർ ഇക്വേഷൻ, ഇതിൽ നിന്ന് കുറച്ച് ഇക്വേഷൻ ഡെറിവേഷൻ ഉണ്ട് കേട്ടോ, അത് പറയാം. അതിനുള്ള മാസ്റ്റർ ഇക്വേഷനാണ് വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത വാല്യൂവിൽ നിന്ന് അദ്ദേഹം മേടിച്ച ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുമ്പോഴത്തേക്കാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത വാല്യൂ കിട്ടുന്നത്, വാല്യൂ ആഡഡ് കിട്ടുന്നത്. ഇപ്പോൾ ഈ താഴത്തെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഫാമർ അത് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, വെയർ ആൻഡ് ടയർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുക്കുന്നില്ല, അതെല്ലാം അസംഷൻസ് ആണ് കേട്ടോ. അപ്പം ഈ ഫാമർ പ്രൊഡ്യൂസ് ചെയ്തത് 500 രൂപയുടെ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് വിചാരിക്കും. അപ്പം ഫാർമർ ക്രിയേറ്റ് ചെയ്ത വാല്യൂ, വീറ്റിന് ഉണ്ടാക്കിയ വാല്യൂ 500 രൂപയാണ്. അപ്പോൾ ഈ 500 രൂപയുടെ വീറ്റ് ഇദ്ദേഹം ഒരു മില്ലർക്ക് പൊടിപ്പിക്കാനായിട്ട്, ഗോതമ്പ് പൊടിപ്പിച്ച് അതിൻ്റെ മാവാക്കാനായിട്ട് കൊടുക്കുന്നു, ഗോതമ്പ് പൊടിയാക്കാൻ കൊടുക്കുന്നു. അപ്പം ഈ മില്ലർ ഗോതമ്പ് പൊടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പൊടിക്ക് 700 രൂപയായി. അപ്പം ഇദ്ദേഹം അവിടെ ക്രിയേറ്റ് ചെയ്ത വാല്യൂ 200 രൂപ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ മേലത്തെ ഇക്വേഷൻ എങ്ങനെ വരും? അത് മില്ലർ ക്രിയേറ്റ് ചെയ്ത വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, ഇദ്ദേഹത്തിൻ്റെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് 700 അല്ലേ, മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. അവിടെ ഈ മില്ലർ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചത് ഈ 500 രൂപയുടെ വീറ്റാണ്. അപ്പോൾ 700 മൈനസ് 500 200. അങ്ങനെയാണ് വാല്യൂ ആഡഡ്, മില്ലർ ക്രിയേറ്റ് ചെയ്ത വാല്യൂ ആഡഡ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ ഓരോ സ്റ്റെപ്പിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫാർമറിന് അവിടെ വാല്യൂ ആഡഡ് ഒന്നും ഇല്ല കേട്ടോ. അദ്ദേഹത്തിന് 500 രൂപയാണ്. അതിന് മുന്നായിട്ട് വേറെ അദ്ദേഹത്തിൻ്റെ മറ്റ് ഇൻ്റർമീഡിയറ്റ് കൺസംഷനൊന്നും ഇവിടെ എടുക്കുന്നില്ല അസംഷൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, ഇനി ഈ മില്ലർ 700 രൂപയുടെ ഫ്ലോറ് ആർക്ക്? ബേക്കറിന് വിറ്റു. ബേക്കർ അത് ബ്രെഡാക്കിയിട്ട് 1000 രൂപയ്ക്കാണ് ബ്രെഡ് വിൽക്കുന്നത്. അപ്പോൾ ആ പൊടി, ആ ഫ്ലോറ് ബ്രെഡായിട്ട് മാറിയപ്പോൾ ഒരു എക്സ്ട്രാ ഒരു 300 രൂപയും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ കൺസ്യൂമറിൻ്റെ കയ്യിലെത്തുന്നത് ബ്രെഡ് 1000 രൂപയുടെ ബ്രെഡായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുന്നത്. ഓക്കെ, അപ്പോൾ 500 രൂപയിൽ കിടന്ന വീറ്റ് അതായത് പല എന്ന് പറയുന്നത് മില്ലർ ബേക്കറിലൂടെ കടന്നു വന്നപ്പോഴത്തേക്ക് അത് 1000 രൂപ ആയിട്ട് മാറി. അപ്പം അതിൻ്റെ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് ഇപ്പം 500 അധികമായിട്ട്, ഇപ്പം ഫാർമറിനെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 500 പ്ലസ് 200 പ്ലസ് ഈ ബേക്കർ ആഡ് ചെയ്ത 300, അതും കൂടെ ചേരുമ്പോഴത്തേക്ക് 1000 ഇവിടുത്തെ വാല്യൂ ആഡായിട്ട് വരുന്നത്. അടുത്തത് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്താണെന്ന് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ റെഫേഴ്സ് ടു ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ എ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഇൻകർ ചെയ്യുന്ന ഒരു എക്സ്പെൻഡിച്ചറാണ്. എന്തിനു വേണ്ടിയിട്ട്? ഓൺ പർച്ചേസിങ് ദോസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം അതർ പ്രൊഡക്ഷൻ യൂണിറ്റ്. മറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിൽ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസ് മേടിച്ച് കഴിഞ്ഞാൽ അതാണ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ ആയിട്ട് വരുന്നത്. വിച്ച് ആർ മെൻറ്റ് ഫോർ റീസെയിൽ ഓർ ഫോർ യൂസിങ് അപ്പ് കംപ്ലീറ്റ്ലി ഡ്യൂറിങ് ദ സെയിം ഇയർ. ആ വർഷം തന്നെ അത് റീസെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ടോ ഈ 2 ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇൻ്റർമീഡിയറ്റ് കൺസംഷനായി, ഒരു വർഷത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർത്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഇമ്പോർട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഇമ്പോർട്ടും അതിൽ ഇൻ്റർമീഡിയറ്റ് കൺസംഷനിൽ ഉൾപ്പെടുന്നു. ഇപ്പം സിംഗിൾ ടൈം പ്രൊഡ്യൂസർ ഗുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇമ്പോർട്ട്സ്, ഇതൊക്കെ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ വരുന്നതാണ്. അതായത് ആ പ്രൊഡക്ഷൻ, ആ പർട്ടിക്കുലർ ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലവായ തുകകൾ അതെല്ലാം ഇതിൽ വരുന്നതാണ്. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഓൺ ഫ്ലോർ ബൈ മില്ലർ. ഇപ്പം ആ മില്ലർ ആ ഫ്ലോർ ഉണ്ടാക്കുന്നതിന് 500 രൂപയുടെ ഗോതമ്പല്ലേ ഫാർമറിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ ആ 500 രൂപ ഇൻ്റർമീഡിയറ്റ് കൺസംഷനാണ് ആർക്ക്? മില്ലർക്ക്. ഇനി ഞാൻ മാസ്റ്റർ ഇക്വേഷൻ പറഞ്ഞപ്പോഴത്തേക്ക് വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്നല്ലേ. അതിലെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നതാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ കൂട്ടുമ്പോഴാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇടുന്നത്. സെയിൽസ്, അദ്ദേഹം വിറ്റപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആ പൈസ. പിന്നെ ചേഞ്ച് ഇൻ സ്റ്റോക്ക്. അവിടെ ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുമ്പോഴാണ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് കിട്ടുന്നത്. അപ്പം അത് പ്ലസ് പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംപ്ഷൻ. ഇദ്ദേഹം ഉണ്ടാക്കിയ സാധനങ്ങൾ ഇദ്ദേഹം തന്നെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാലും അത് നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം അദ്ദേഹത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളും വിറ്റതും ചേഞ്ച് ഇൻ സ്റ്റോക്ക് കൂടെ 3 കൂട്ടുമ്പോഴാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ സെയിൽസിൽ
എക്സ്പോർട്ട് ഉൾപ്പെടുന്നു. അതായത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്താൽ അതും സെയിൽസിലാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പം സെയിൽസ് എന്ന് മാത്രം കൊടുത്തിരുന്നാൽ അതിൽ എക്സ്പോർട്ടും ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസും എക്സ്പോർട്ടും പ്രത്യേകം വേറെ വേറെ കൊടുത്തിരുന്നാൽ അതിനോട് ആഡ് ചെയ്യുന്ന തുകയാണ് സെയിൽസിൽ വരുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണുന്നതിന് വേറൊരു ഇപ്പം തന്നിരിക്കുന്ന ഫിഗർ അനുസരിച്ച് വേണം നമ്മൾ കണ്ടെത്താനായിട്ട് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇപ്പം ക്വാണ്ടിറ്റിയും അത് പ്രൊഡ്യൂസ് ചെയ്ത ക്വാണ്ടിറ്റിയും പ്രൈസും തന്നിരുന്നു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് ഇങ്ങനൊരു കാൽക്കുലേഷനിലൂടെയാണ് ഈ ഫിഗർ തന്നിരുന്നു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടെത്തുന്നത്. ആണ് ഞാൻ ഓവറിട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇക്വേഷൻസ് എല്ലാം ഒറ്റ നോട്ടത്തിൽ നോക്കാം. അതിങ്ങനെയാണ്. മാസ്റ്റർ ഇക്വേഷനാണ് ഞാൻ ആ കോളത്തിൽ കൊടുത്തേക്കുന്നത്. വാല്യൂ ആർ ഡി ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. ഓക്കെ, ഇനി ഇതിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണുന്നതിന് സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് പ്ലസ് പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംഷൻ. ഓക്കെ, ഇതിൽ ചേഞ്ച് ഇൻ സ്റ്റോക്ക് കാണുന്നതിന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇത്രയും അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വാല്യൂ ആഡഡ് മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കണക്കാക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പായിട്ട് നോക്കാം. വാല്യൂ ആഡഡ് മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കണക്കാക്കുന്ന സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇപ്പോൾ പ്രൈമറി സെക്ടറിൽ, സെക്കൻഡറി സെക്ടറിൽ, ടെറിഷറി സെക്ടറിൽ ഇതിലെല്ലാം പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ടല്ലോ. അവരുടെ എല്ലാത്തിൻ്റെയും അവർ ക്രിയേറ്റ് ചെയ്ത വാല്യൂ ആഡഡ് എടുക്കണം അല്ലേ. ഇപ്പം ഫേം എ, ഫേം ബി അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫേമിൻ്റെയും കൂടെ മൊത്തത്തിലുള്ള വാല്യൂ ആഡ് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കണം. ഐഡൻറ്റിഫൈ ആൻഡ് ക്ലാസിഫൈ പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. അതായത് ഞാൻ കൊടുത്തേക്കുന്നത് സിഗ്മ GVA, സിഗ്മ ഗ്രോസ് വാല്യൂ ആഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. അതായത് എല്ലാ സെക്ടറുകളുടെയും അതായത് എല്ലാ യൂണിറ്റുകളുടെയും വാല്യൂ ആഡ് ചെയ്യുമ്പോഴാണ് സിഗ്മ GVA MP കിട്ടുന്നത്. ഈ സിഗ്മ GVA MPക്ക് പറയുന്ന പേരാണ് GDP MP. ഓക്കെ, GDP MP എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ഈ GDP MP പ്രത്യേകം മനസ്സിലാക്കുക. വാല്യൂ ആഡഡ് മെത്തേഡിൽ നമുക്ക് GDP MP ആണ് അതിൻ്റെ ആ മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് പ്രൈസിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി നാഷണൽ ഇൻകത്തിലേക്ക് പോകേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ഡൊമസ്റ്റിക് ഇൻകം ആണ്. അത് NDPFC, ഡൊമസ്റ്റിക് ഇൻകത്തിൻ്റെ വേറെ പേരാണ് NDPFC. NDPFC കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നേരത്തെ കിട്ടിയ GDP MPയിൽ നിന്നും ഡിപ്രീസിയേഷനും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കുറയ്ക്കുമ്പോഴത്തേക്ക് NDPFC കിട്ടുന്നു. ഓക്കെ, ഇനി ഈ NDPFCയിൽ നിന്ന് നാലാമത്തെ സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് ടു അറൈവ് അറ്റ് നാഷണൽ ഇൻകം. ഞാൻ നേരത്തെ സ്റ്റെപ്പ് 3ൽ കണ്ട NDPFCയുടെ കൂടെ എന്താണ് നമ്മുടെ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ഇൻകം ആയി. അതായത് നാഷണൽ ഇൻകത്തിന് NNPFC എന്നാണ് പറയുന്നത്. NNPFC ഈസ് ഈക്വൽ ടു നമ്മൾ തൊട്ട് മുമ്പ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ട NDPFC പ്ലസ് NFIA, നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടിക്കഴിഞ്ഞാൽ നാഷണൽ ഇൻകം ആയി. ഇതാണ് 4 സ്റ്റെപ്പുകൾ. ഞാനിപ്പോൾ പറഞ്ഞ 4 സ്റ്റെപ്പുകളും അറ്റ് എ ഗ്ലാൻസിൽ നമുക്കൊരു ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. അതായത് ഏറ്റവും മുകളിലത്തെ ബോക്സ് നോക്കുക, GVA MP ഓഫ് പ്രൈമറി സെക്ടർ. അത് ഗ്രോസ് വാല്യൂ ആഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് പ്രൈമറി സെക്ടർ. അപ്പം പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞു സിഗ്മ GVA MP അല്ലേ, അതിന് വേറൊരു പേരാണ് GDP MP. അതാണ് രണ്ടാമത്തെ ബോക്സിൽ കൊടുത്തേക്കുന്നത്. അതായത് മുകളിലുള്ള ആ 3 സെക്ടറിലും കൂടെ ഗ്രോസ് വാല്യൂ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് GDP MP അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നു. അതായത് സിഗ്മ GVA കിട്ടുന്നു. അതിൽ നിന്ന് ഞാൻ തൊട്ട് താഴെ 2 മൈനസ് കാണിച്ചേക്കുന്നുണ്ടോ, മൈനസ് ഡിപ്രീസിയേഷൻ മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അതിനോട് കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ് ഡൊമസ്റ്റിക് ഇൻകം. അതിന് NDPFC എന്ന് വിളിക്കുന്നു. അതിൻ്റെ കൂടെ തൊട്ട് താഴെ ഒരു പ്ലസ് NFIA കൊടുത്തേക്കുന്നുണ്ടോ, അതിൻ്റെ കൂടെ NFIA ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നാഷണൽ ഇൻകം NNPFC കിട്ടുന്നു. നമുക്കിനി വാല്യൂ ആഡഡ് മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്ന ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഒരു 100 കണക്കിന് 1000 കാൽക്കുലേഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്റ് ദ വാല്യൂ ആഡഡ് ബൈ ഫേം എ ആൻഡ് ഫേം ബി. അപ്പോൾ ഫേം എയും ഫേം ബിയും ആഡ് ചെയ്ത വാല്യൂ അവരുടെ വാല്യൂ ആഡ് കണ്ടുപിടിക്കുകയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഫേം എയുടെയും ബിയുടെയും മൊത്തം ഫേമിൻ്റെയും കൂടെ വാല്യൂ ആഡ് ചെയ്യുമ്പോഴാണല്ലോ സിഗ്മ GVA അതായത് GDP MP കിട്ടുന്നത്. അപ്പം 2 ഫേമിൻ്റെ വാല്യൂ ആഡ് കണ്ടുപിടിക്കാനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടുപിടിക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പം ഇവിടെ ഡൊമസ്റ്റിക് സെയിൽസ് ബൈ ഫേം എ 4000 എന്ന് കൊടുത്തിട്ടുണ്ട്, എക്സ്പോർട്ട്സ് ബൈ ഫേം എ 1000 എന്ന് കൊടുത്തിട്ടുണ്ട്, പർച്ചേസസ് ബൈ ഫേം എ 200, സെയിൽസ് ബൈ ഫേം ബി 2940, പർച്ചേസ് ബൈ ഫേം ബി 1300. ഇത്രയും എല്ലാം കോടിയുടെ കണക്കിനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് വാല്യൂ ആഡഡ് ബൈ ഫേം എ. അപ്പോൾ വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ ആണല്ലോ അല്ലേ. അതിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിൽസ് പ്ലസ് പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംഷൻ പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോഴാണല്ലോ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംഷനും ചേഞ്ച് ഇൻ സ്റ്റോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. ഇവിടെ സെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പം ഫേം എയുടെ ആണ് നമ്മൾ കാണുന്നത്. അപ്പം ഡൊമസ്റ്റിക് സെയിൽസ് ബൈ ഫേം എ അതെടുക്കണം, പ്ലസ് എക്സ്പോർട്ട് ബൈ ഫേം എ. അപ്പം ഡൊമസ്റ്റിക് സെയിൽസ് എത്രയാണ് 4000-ഉം
എക്സ്പോർട്ട് എക്സ്പോർട്ട് ബൈ ഫേം എ 1000 അപ്പം അത് രണ്ടും കൂടെ എടുക്കണം. അപ്പോൾ അതിൽ എക്സ്പോർട്ട് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളത്. ഇനി അതിനോട് കൂട്ടിയിട്ട് മൈനസ് പർച്ചേസ് ബൈ ഫേം എ, അതായത് മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ ആണല്ലോ. അപ്പം എല്ലാ പർച്ചേസുകളും ഇൻ്റർമീഡിയറ്റ് കൺസംഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഇതും ഈ 3 ഫിഗറോട് ചെയ്യാൻ നേരത്ത്, അതായത് 4000 പ്ലസ് 1000 മൈനസ് 200 എടുക്കാൻ നേരത്ത് 4800 കോടി എന്ന് വാല്യൂ ആഡഡ് ബൈ ഫേം എ കിട്ടുന്നു. ഇനി വാല്യൂ ആഡഡ് ബൈ ഫേം ബി നോക്കാം. വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വെച്ചാൽ സെയിൽസ്, ചേഞ്ച് ഇൻ സ്റ്റോക്ക്, പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംഷൻ, ഇതെല്ലാം ഞാൻ ഒന്നുകൂടെ പറയാൻ കേട്ടോ. അപ്പം ഇതിൽ സെയിൽസ് ഉണ്ട്, പക്ഷേ പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംഷൻ, ചേഞ്ച് ഇൻ സ്റ്റോക്ക് അതൊന്നും തന്നിട്ടില്ല. അപ്പോൾ അതൊന്നും എടുക്കണ്ട, തന്നിരിക്കുന്നത് മാത്രം എടുക്കുക. അപ്പം സെയിൽസ്, അപ്പോൾ സെയിൽസ് ബൈ ഫേം ബി തന്നിട്ടുണ്ട്, എത്രയാണ് 2940. പിന്നെ വേറൊന്നുമില്ല, വേറെ സെയിൽസ് എക്സ്പോർട്ട്സ് അതൊന്നും ഫേം ബിക്കില്ല. അപ്പം ഇത്രയും എടുത്താൽ മതി. മൈനസ് പർച്ചേസ് ബൈ ഫേം ബി, അതായത് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എത്രയാണ് 1300. അപ്പോൾ ഇത് 2 ഫിഗർ മാത്രമേ ആർക്ക് വരുന്നുള്ളൂ, ഇത് ഫേം ബിക്ക് വരുന്നുള്ളൂ. അപ്പം 2940 മൈനസ് 1300 ഈസ് ഈക്വൽ ടു 1640 കോടി എന്ന് ആരുടെ വാല്യൂ ആഡഡ് ബൈ ആഡ് കിട്ടുന്നു, ഫേം ബിയുടെ വാല്യൂ ആഡ് കിട്ടുന്നു. അപ്പോൾ എല്ലാ ഫേമിൻ്റെയും വാല്യൂ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് GDP-MP ആണ് കിട്ടുന്നത്. സിഗ്മ GVMP എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം ഇവിടെ ഫേം എയുടെയും ഫേം ബി 2 ഫേം ഉള്ളതുകൊണ്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് GDP-MP കിട്ടുന്നു. ഓക്കെ, അപ്പോൾ GDP-MPയിൽ നിന്ന് ഡിപ്രീസിയേഷനും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും തന്നിരുന്നാൽ അത് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് ഇൻകം കിട്ടും. അതിനോടുകൂടി നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡോട് കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് NNP-FC കിട്ടുന്നു. അപ്പോൾ ഇക്വേഷനായിട്ട് ഇങ്ങനെ പറയാം, എങ്ങനെയാണ് GDP-MP മൈനസ് ഡിപ്രീസിയേഷൻ മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ്. ഇത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് NNP-FC, അതായത് നാഷണൽ ഇൻകം കിട്ടുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.